ഹലോ, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് മല്ലൻകുഴിക്കാണ്. അവിടേക്ക് മല്ലന് പായസം വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ കാട്ടിലാണ് ഈ അമ്പലമുള്ളത്. കാരണം തന്നെ നമ്മൾ കാടിലൂടെയല്ലേ പോകുന്നത്. അപ്പോൾ കുരങ്ങന്മാരൊക്കെ കണ്ട് അങ്ങനെ നടന്ന്. പിന്നെ മഴക്കാലത്ത് കാണുമ്പോഴാണ് ഈ കാടൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. ചുറ്റും വെള്ളമൊക്കെ ആയിരിക്കും. പിന്നെ എല്ലാ മാസവും 1-ാം തീയതിയാണ് കേട്ടോ പൂജ നടക്കുള്ള അമ്പലത്തിൽ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ത്രില്ലൊക്കെ ഉണ്ട്. പിന്നെ പറയുമ്പോൾ അത്യാവശ്യം വഴിയുണ്ട് നടക്കാനായിട്ട്. പോയിക്കൊണ്ടിരിക്കുക പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടന്ന് ലാസ്റ്റ് വയ്യാണ്ടായി. എന്തീ മല്ലൻ അവിടെ പോയിരിക്കണേ ഇതുവരെ? എന്താ ശിവൻ കൃതി പോയിരിക്കണേ അടുത്ത പോലെ അന്നെടുപ്പായി കായ്സ് വയ്യ. അയ്യോ, ഇനി നടക്കണ്ടല്ലോ. ഗായ്സ് ലാസ്റ്റ് കെട്ടായി വയ്യാത്ത. നീ നടക്കാൻ വയ്യോടെ സ്റ്റാമിനൊക്കെ പോയി. ഗായ്സ് സ്പീഡൊക്കെ കുറഞ്ഞു തുടങ്ങി. അയ്യോ, അങ്ങനെ എൻ്റെ മുഖത്ത് സന്തോഷം വന്നിട്ട് കാര്യം അമ്പലമെത്തി. ഗായ്സ് അപ്പോൾ നമ്മൾ അമ്പലം കണ്ടപ്പോൾ അടിപൊളി അമ്പലമാട്ടോ. നമ്മളിപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാര്യം വഴിപാടുള്ളവർ വന്ന വഴിപാട് ചെയ്യുക അങ്ങനെയാണ്. പിന്നെ മാസത്തിലൊരിക്കലത്ത് പൂജാരി എത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അടുപ്പും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ പായസം വയ്ക്കാനുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുപോയി. ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം പിന്നെ അരി കഴുകാനാണ് പോണത്. വെള്ളത്തിനവിടെ കിണറുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി സ്ഥലം കണ്ടു. കാര്യം അവിടെ വെള്ളമൊക്കെ ഒഴുകുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇപ്പോൾ മഴക്കാലം പറയും വേണ്ട, അടിപൊളി സ്ഥലമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ച് കുറച്ച് നേരം കളിച്ച്. പിന്നെ അവിടെ നിറച്ച് മീനുണ്ടായില്ലേ. ആ മീനൊക്കെ നമുക്ക് കാലിൽ വന്നിങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ കുറേ അങ്ങനെ മീനുകളൊക്കെ നോക്കി നിന്നു. അങ്ങനെ നമ്മൾ അരിയൊക്കെ കഴുകിയിട്ടാണ്. അങ്ങനെ അരിയൊക്കെ കഴുകി നമ്മൾ അങ്ങനെ തിരിച്ചു അങ്ങോട്ട് തന്നെ പായസം വയ്ക്കാനായിട്ടുള്ള പരിപാടി നോക്കാനായിട്ട്. അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് വിറക് വെച്ച് അങ്ങനെ തീയൊക്കെ കത്തിച്ച് ഉരുളിയൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ പായസത്തിനുള്ള പണി നോക്കാണ് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ഉടച്ച് നമ്മൾ തേങ്ങ ചിരകി കഴിഞ്ഞ് നമ്മൾ പഴമൊക്കെ നുറുക്കി അരിയൊക്കെ ഇട്ട് ശർക്കരയും പഴമൊക്കെ ഇട്ട് ഇളക്കി. അപ്പോൾ പായസമൊക്കെ ഒരു സെറ്റാവട്ടെ. നമുക്ക് അമ്പലത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ. അപ്പോൾ എനിക്കറിയുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. വായോ. അപ്പോൾ ഈ അമ്പലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ആർക്കും അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ കടങ്ങോട് എന്നുള്ള സ്ഥലത്ത് ആണ് ഈ ടെമ്പിൾ വരുന്നത്. അപ്പോൾ ഈ അമ്പലത്തിലെ കുടികൊള്ളുന്ന ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ശിവനും പാർവതിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പൂജാരിയാണെങ്കിൽ മാസത്തിലൊരിക്കൽ വരുള്ളൂ. ഇതൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഞാൻ വരുമ്പോൾ തന്നെ ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായി. കുറേ കാടൊക്കെ കണ്ടുണ്ടായി. അപ്പോൾ കാടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ കാട് കാക്കുന്നത് ഒരു മല്ലൻ എന്ന് പറഞ്ഞ ഇതാണ്. മല്ലനാണ് ഈ കാട് കാക്കുന്നത്. അപ്പോൾ ശിവൻ്റെ ഒരു ഇതാണെന്നൊക്കെ എനിക്ക് അറിഞ്ഞിരിക്കാൻ കൂടുതൽ വിവരങ്ങൾ അറിയില്ല. അപ്പോൾ നമ്മളിവിടെ ഇവിടേക്ക് മല്ലന് പായസം വയ്ക്കാൻ വന്നേക്കാണ് നേദിക്കാനായിട്ട്. അപ്പോൾ പായസ പണി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേദിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ അമ്പലത്തിനെ കുറിച്ചുള്ള പറയാനുള്ളത്. അങ്ങനെ എനിക്കിവിടെ നല്ല അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഭയങ്കര രസമുണ്ട്. വരുമ്പോൾ തന്നെ കാട്, പിന്നെ ആ വെള്ളം, അരുവി, അങ്ങനെ നല്ല രസമുള്ള സ്ഥലമാണിത്. ഫ്രണ്ടിൽ തന്നെ ഫുൾ കാടാണ് കേട്ടോ. അവിടെ അതോ ഫുള്ള് കാടാണ്. ഫ്രണ്ട് മൊത്തം ബാക്കും ഫ്രണ്ട് മൊത്തം കാടാണ്. കാടിൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. അപ്പോൾ പായസപ്പണി എന്തായി നോക്കിയിട്ട് അങ്ങനെ പായസപ്പണിയൊക്കെ ഒരുവിധം സെറ്റായിട്ടാണ്. അപ്പോൾ നാളുകാരൊക്കെ ഇട്ട് സെറ്റാക്കി. അപ്പോൾ നമുക്ക് പായസം ഒരു കുഞ്ഞൊരു ഉരുളിയിലാക്കിയിട്ട് നമ്മൾ അങ്ങനെ നേദിക്കാൻ വെക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കാലുമൊക്കെ കഴുകി അമ്പലത്തേക്ക് പ്രവേശിച്ച് അങ്ങനെ നമ്മൾ അമ്പലത്തിനുള്ളിലെത്തി. എന്നിട്ട് നമ്മൾ തിരികൊളുത്തി നമ്മൾ പ്രാർത്ഥിച്ചു. അങ്ങനെ കുറച്ച് അങ്ങനെ മാറിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ മാറി നിന്നിട്ട് നമ്മളങ്ങനെ ആ പായസം എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പായസത്തിലേക്ക് അത് ചേർത്തിളക്കി നമുക്ക് അവിടെ നിന്ന് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ കഴിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ വരുന്ന ഉത്സവമൊന്നും ഉണ്ടായിരുന്നില്ല പോകുമ്പോൾ. കാര്യം വിശന്ന് പട്ടിയായി. കാര്യം ഉച്ച കഴിഞ്ഞ് 3 മണി ആവാനായി. നമ്മളിങ്ങനെ വേഗം നടന്ന് വീട്ടിലെത്തി. അപ്പം ഞാൻ ഇനി ഫുഡൊക്കെ ഇട്ടേട്ടെ. എന്നാൽ ശരി, ബൈ.